ലാൽ സാറൊക്കെ ഒരു വിസ്മയമാണ്. അത് നമ്മൾ അങ്ങനെ ഒരാൾ ചിലപ്പോഴൊക്കെ ഉണ്ടാകുന്നുള്ളൂ നമ്മൾ ലോകത്ത്. കാര്യം സ്വയാർജിതമായിരിക്കുന്നതും തനിക്ക് പോലും അറിയാത്തതുമായ എന്തൊക്കെയോ കൊണ്ടാണ് ഈ അത്ഭുതങ്ങൾ അദ്ദേഹം സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ വിശ്വാസം, അടുത്ത് ഇടപഴകിയിട്ടുള്ള ആളെന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നത്, അദ്ദേഹം ആ നിമിഷത്തിൽ പൂർണ്ണമായി തന്നെ അർപ്പിച്ച് നിൽക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു ഈസിനെസ് ഉണ്ട്. ഒരു തോട്ട്സും അദ്ദേഹത്തെ അങ്ങനെ ഭരിക്കുന്നില്ല. അതുകൊണ്ട് ആ കഥാപാത്രത്തെക്കുറിച്ച് അബോധതലത്തിൽ അദ്ദേഹത്തിലുള്ള എന്തൊക്കെയോ ക്യാമറയിലെ ആക്ഷൻ പറയുമ്പം അങ്ങ് പുറത്തേക്ക് വരികയാണ്. ബോധപൂർവമായി ഭയങ്കര പ്രകടനപരതകളൊന്നും അദ്ദേഹം കാണിക്കാറേയില്ല. നമ്മൾ ഷൂട്ടിംഗ് കണ്ടുകൊണ്ടിരുന്ന ഇദ്ദേഹം അഭിനയിക്കുന്നേ ഇല്ലല്ലോ എന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ഡബ്ബിങ്ങിനൊക്കെ വന്നിരുന്ന ഡയലോഗൊക്കെ, മോഡുലേഷനും, അത് നീണ്ട 5, 10, 15 പേജുള്ള ഡയലോഗുകളൊക്കെ വളരെ പെട്ടെന്ന് അതിൻ്റെ എല്ലാവിധ സമസ്ത ശക്തിയോടും ഭംഗിയോടും കൂടി ആവിഷ്കരിക്കുന്നതൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടായിരുന്നു. എനിക്കത് വളരെ ഇപ്പോഴും എനിക്ക് അത്ഭുതമാണ്. ആദ്യത്തെ ഡബ്ബിങ് എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ പവിത്രത്തിന് വേണ്ടിയിട്ട് ഞാനൊരു 10-20 പേർക്കെങ്കിലും അതിനകത്ത് ഡബ്ബ് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ശബ്ദം തിരിച്ചറിയുന്ന ഒരുപാട് പേര് പറയും, അത് ബാലേട്ടനല്ലേ, ഇത് ബാലേട്ടനല്ലേ എന്ന് പറയും. കള്ള് ഷാപ്പിലിരിക്കുന്ന ഒരാൾക്ക്, മറ്റേ മുടിയേറ്റ് കാണാൻ വന്നിരിക്കുന്ന വേറൊരാൾക്ക്, ഞാനിങ്ങനെ ആ സിനിമയ്ക്കകത്ത് എനിക്ക് തോന്നുന്നു ഒരു 10-25ഓളം പേർക്ക് ഞാൻ പല രീതിയിൽ ശബ്ദം കൊടുത്തിട്ടുണ്ട്, ഡബ് ചെയ്തിട്ടുണ്ട്. വില്ലൻ കഥാപാത്രം ഈ പറയുന്ന അതും ടി.കെ. രാജീവ് കുമാറിൻ്റെ ഇവർ എന്ന് പറയുന്ന സിനിമയിലെ മിന്നൽ തങ്കൻ എന്ന് പറയുന്ന കഥാപാത്രമാണ്. അത് ഈ പറയുന്ന പോലെ എൻ്റേതായ ഇത് വെച്ചിട്ട് എങ്ങനെ ഒരു വില്ലനെ, സാധാരണ ഒരു സങ്കല്പത്തെ പൊളിക്കുക എന്നുള്ളൊരു പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ വലിയ ആജാനുബാഹുവായ ഒരാളായിരിക്കണമെന്നോ അങ്ങനെയൊന്നും ഇല്ലാതെ ഒരു വില്ലൻ കഥാപാത്രത്തെ ആവിഷ്കരിക്കാനുള്ള അവസരമാണ് അതിൽ കിട്ടിയത്. ആദ്യം സംവിധായകനായത് അടുത്ത കാലത്താണ്. അത് ഇവൻ മേഘരൂപൻ എന്ന് പറയുന്ന സിനിമയാണ് ഞാൻ ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ അതിനെ തിരക്കഥയും ഞാൻ തന്നെ എഴുതി. സംവിധായകനാകാനുള്ള ആഗ്രഹം വേറൊന്നുമല്ല, ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിലും ഡയറക്ഷനാണ് ഞാൻ എടുത്തത്. അപ്പോൾ എനിക്ക് ഇതൊക്കെ ചെയ്യുമ്പോഴും ഞാൻ ഒരു ഡയറക്ടറുടെ ഏരിയാസിനെ കുറിച്ച് ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോഴൊക്കെ അറിയാതെ, ഇതെല്ലാവരിലും ഉള്ളതാണ്, അല്ലാതെ പ്രത്യേകിച്ച് എനിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയായിട്ടൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷെ അത് സാധ്യമാകാനുള്ളൊരവസരം നമുക്ക് എങ്ങനെയോ സംഭവിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ പടം ഡയറക്റ്റ് ചെയ്യണം. കാര്യം ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്ന പി. കുഞ്ഞിരാമൻ നായർ എന്ന് പറയുന്ന ഒരു കവിയുടെ ജീവിതത്തിനെ എങ്ങനെ നിരാകരിച്ചുകൊണ്ട് നമുക്ക് ഒരു സബ്ജക്റ്റിനെ ഉണ്ടാക്കാൻ പറ്റും. ആദ്യമായിട്ട് എനിക്ക് സംസ്ഥാന അവാർഡ് കിട്ടിയതൊക്കെ മൊത്തം ഒരു കുഴപ്പം പിടിച്ച കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് പുനരധിവാസം എന്നുള്ള സിനിമയുടെ കഥയ്ക്കാണ് എനിക്ക് അവാർഡ് കിട്ടിയിരിക്കുന്നത്. സത്യത്തിൽ ഞാനൊരു കഥാകൃത്തെന്നൊന്നും എന്നെ വിളിക്കാൻ പറ്റില്ല. ഞാൻ നല്ലൊരു തിരക്കഥാകൃത്തായിട്ടാണ് എനിക്ക് എന്നെ തോന്നാറുള്ളത്. ഈ പുനരധിവാസമൊക്കെ എഴുതുമ്പം തന്നെ നമ്മുടെ ഉള്ളിൽ ബോധ്യപ്പെടും ഈ തിരക്കഥ ഇത് കൊള്ളാം എന്നുള്ളത്. പക്ഷേ അതിന് അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല. പക്ഷെ അവാർഡ് വരുമ്പം നമുക്ക് കൊള്ളാമെന്ന് തോന്നിയത് മറ്റുള്ളവർക്കൊന്നും പരിഗണിക്കപ്പെടാതെ പോകുന്നു, കഥയ്ക്ക് തരുന്നു. അതെന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കറിഞ്ഞൂടാ. പക്ഷെ അങ്ങനെ കിട്ടിയപ്പം 3 കഥകളെ ആശ്രയിച്ചിട്ട് ഞാൻ നിർമ്മിച്ചെടുത്ത മറ്റൊരു കഥയിൽ നിന്നാണ് ശരിക്കും ഈ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. അത് ആദ്യം തൊട്ട് അംഗീകരിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ പ്രൊഡ്യൂസറും ആ കഥയുടെ ഉടമസ്ഥരും ഈ സംവിധായകനും ഞാനും എല്ലാം ഒന്നുപോലെ അംഗീകരിച്ച, സ്ക്രീനിൽ എഴുതി കാണിച്ച സത്യമാണത്. പക്ഷേ എനിക്ക് ഈ അവാർഡ് കിട്ടിയപ്പോൾ തൊട്ട് കഥയുടെ അവകാശിയും അവരുടെ സ്വാധീനങ്ങൾ ഉപയോഗിച്ച് ഒരു കേസ് കൊടുക്കുകയും എന്നെ അവഹേളിക്കത്തക്ക രീതിയിൽ ഞാൻ മോഷ്ടിക്കാൻ നടക്കുന്ന ആളാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് വന്നു. ഞാൻ ആദ്യമൊന്നും അതിന് പ്രതികരിക്കാൻ പോയില്ല, കാര്യം ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ അവർക്ക് കൃത്യമായ തുകകളൊക്കെ കൊടുത്തിട്ട് അവരിൽ നിന്ന് എഗ്രിമെൻറ്റ് വാങ്ങിച്ചിട്ടാണ് ഒരു കഥ നമ്മൾ തിരക്കഥയാക്കുന്നത്. തിരക്കഥയാക്കുമ്പം തിരക്കഥാകൃത്ത് എന്നുള്ള നിലയിൽ എനിക്ക് അവർ 3 കഥകളിൽ നിന്ന് 3 കഥ തിരക്കഥയാക്കുകയല്ല ഞാൻ ചെയ്തത്. അതെല്ലാം കൂടെ ചേർന്നിട്ട് പിന്നെ എൻ്റെ ഉള്ളിലെ സംഭവ പരമ്പരകളും ചേർന്നൊരു പുതിയ തിരക്കഥ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കഥയ്ക്ക് അവർ അവാർഡ് തരേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ അവാർഡ് നമുക്ക്
വെറുതെ നടന്നു പോയ എൻ്റെ തലയിൽ ഇടി വെട്ടിയ പോലെ ആയിപ്പോയി സംഭവം. എനിക്കും അത് സന്തോഷിക്കാനേ പറ്റിയില്ല. ആദ്യത്തെ ഞാൻ തന്നെ എഴുതിയ ഒരു സിനിമ ഞാൻ കാണുന്നത് എനിക്ക് തോന്നുന്നത് അങ്കിൾ ബണ്ണാണ്. ആ അങ്കിൾ ബണ്ണ് അവിടെ കാണാൻ ചെല്ലുമ്പോൾ ഒന്നും എനിക്ക് ടിക്കറ്റൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ രണ്ടാമത്തെ ഷോയ്ക്ക് ആരും ഇല്ല സിനിമയിൽ. അങ്കിൾ ബണ്ണിൻ്റെ ഡയറക്ടറോ നിർമ്മാതാക്കളോ ആർക്കും എന്നോടൊരു താല്പര്യം ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും എനിക്ക് ഒരു തിയേറ്ററിലും ഞാൻ പിന്നെ ഇങ്ങനെ ഒരു തെണ്ടിത്തിരിഞ്ഞൊക്കെ നടന്ന് ചെന്ന് വല്ല വിധത്തിലൊക്കെ ടിക്കറ്റ് എടുത്ത് എങ്ങാണ്ടിരുന്ന് കണ്ട് എനിക്ക് മൊത്തത്തിലൊരു പേരെഴുതി കാണിക്കുന്നത് പോലും ആരും വായിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ആവുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു വേദനയായിരുന്നു സത്യത്തിൽ. ഫസ്റ്റ് പടം കാണുമ്പം ഞാൻ സന്തോഷിക്കുകയായിരുന്നു. ഈ അവാർഡിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. ഫസ്റ്റ് പടം പോയി കാണുന്ന എല്ലാവരും സന്തോഷിക്കുന്നു, ഞാൻ സങ്കടപ്പെടുന്നു. അതായത് ഒരു തിരക്കഥാകൃത്ത് എന്നുള്ള നിലയിലായാലും, ഒരു നടൻ എന്നുള്ള നിലയിലായാലും, ഒരു സംവിധായകൻ എന്നുള്ള നിലയിലായാലും എന്തായാലും എൻ്റെ പ്രവർത്തനങ്ങളെ കേരള ജനത പതുക്കെ പതുക്കെ തിരിച്ചറിഞ്ഞു വരുന്നു എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. ഇനിയും നിങ്ങളിൽ നിന്നുള്ള എന്നോടുള്ള എനിക്ക് നേർക്ക് നിങ്ങൾ നീട്ടുന്ന ആസ്വാദന ക്ഷമതയായിരിക്കും മുമ്പോട്ടുള്ള എൻ്റെ വളർച്ചയ്ക്ക് നിദാനമാകുന്നത്. എന്തായാലും എല്ലാവിധ സപ്പോർട്ടും നിങ്ങളിൽ നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.